ലൈഫ് ഭവന പദ്ധതിയിൽ വീട് ലഭിക്കാൻ 3 തവണ അപേക്ഷ നൽകിയ ഭിന്നശേഷിക്കാരന് ഇനിയും വീട് ലഭിച്ചില്ല. ഏതു നിമിഷവും തകർന്നടിയാവുന്ന വീട്ടിൽ ഭീതിയോടെ കഴിയുകയാണ് ഈ കുടുംബം. പുറക്കാട് പഞ്ചായത്ത് 17-ാം വാർഡ് പഴയങ്ങാടി പുതുവൽ വേണുവാണ് തനിക്കും കുടുംബത്തിനും അന്തിയുറങ്ങാൻ കെട്ടുറപ്പുള്ള ഒരു വീടിനായി അലയുന്നത്. പോളിയോ ബാധയെ തുടർന്ന് ഇരുകാലും തളർന്ന വേണു, ഭാര്യ ബിന്ദു, വിദ്യാർത്ഥിനിയായ മകൾ എന്നിവർക്കൊപ്പം തകർന്നടിഞ്ഞ ഈ വീട്ടിലാണ് കഴിയുന്നത്. പിന്നെ ഈ പെര എത്രയും ഒരാൾ മേട് കയറിയാൽ ആ ആൾ താഴെ വീണിട്ടുമുണ്ട് പഴക്കം ചെന്ന്. ഞങ്ങൾക്ക് ഇതുവരെ പെരയിടൊന്നും അനുഭവിച്ചിട്ടുമില്ല. എൻ്റെ ഭർത്താവിനെ കൊണ്ട് ഒരു പെര വെക്കാനുള്ള സാമ്പത്തികം ഇല്ല. 60 വർഷത്തോളം പഴക്കമുള്ള ഈ വീടിന്റെ പലഭാഗവും പൊട്ടിത്തകർന്നിരിക്കുകയാണ്. ഭിത്തിയും കട്ടളയും എല്ലാം ഏതു നിമിഷവും തകരാവുന്ന നിലയിലാണ്. അടുക്കള ഭാഗം തകർന്നതിനാൽ ടർപോളിൻ കൊണ്ട് മറച്ചിരിക്കുകയാണ്. ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച മേൽക്കൂരയും ഏതു നിമിഷവും താഴെ വീഴും. ഇതോടെയാണ് തനിക്കൊരു വീട് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വേണു ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷ നൽകിയത്. മുട്ടിലിഴഞ്ഞ് ജീവിക്കുന്ന വേണു ഈ ആവശ്യമുന്നയിച്ച് 3 തവണയാണ് അപേക്ഷ നൽകിയത്. പിന്നെ 2019 കൊടുത്തിട്ട് അതിൻ്റെ പേപ്പർ ഇപ്പോഴും ഉണ്ട്. ഞാൻ ആ പേപ്പറും കൊണ്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞു അത് വേണ്ട, നിങ്ങൾ ഇനി പുതിയ ലിസ്റ്റ് കൊടുത്തത് അത് ഞങ്ങൾ പഞ്ചായത്ത് ഞാൻ കൊണ്ടേ കൊടുത്ത് അവരത് നോക്കി വെച്ചും പറഞ്ഞ് ഇനി രണ്ടാമത് ഈ പേപ്പർ NOC പേപ്പർ തരുമല്ലോ, ആ പേപ്പറോട് തിരിച്ച് ഞാൻ വീണ്ടും ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇത് ആലപ്പുഴയിൽ നിന്ന് വീണ്ടും തിരുവനന്തപുരത്ത് പോകണമെന്ന് പറഞ്ഞു. കല്ലിൻ്റെ പരിധിയുടേതായത് കാരണം നിങ്ങളുടെ നോക്കിയിട്ടേ പേരെ അനുവദിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചെന്നപ്പോൾ പറഞ്ഞു പേപ്പറൊന്നും വന്നിട്ടില്ലെന്ന് പറഞ്ഞു. വീട്ടിൽ മുറുക്കാൻ കച്ചവടം നടത്തി ഉപജീവന മാർഗം കണ്ടെത്തുന്ന വേണുവിന് സ്വന്തമായി ഒരു വീട് നിർമ്മിക്കുക എന്നത് സ്വപ്നം മാത്രമാണ്. കടൽഭിത്തിയോട് ചേർന്നുള്ള വീടായതിനാൽ തീരപരിപാലന നിയമത്തിന്റെ കുരുക്കു പറഞ്ഞാണ് തങ്ങൾക്ക് വീട് ലഭിക്കാത്തതെന്ന് ഭാര്യ ബിന്ദു പറയുന്നു. ഇനി എൻ്റെ ഭർത്താവിനെ കൊണ്ട് പഞ്ചായത്ത് കയറി ഇറങ്ങാനുള്ള നിവൃത്തിയില്ല. ഞാൻ പിന്നെ ചെമ്മീൻ പൊളിച്ചും തൊഴിൽക്കും കഴിഞ്ഞൊക്കെയാണ് ഞാൻ ഈ പഞ്ചായത്തിലോട്ട് ഓടുന്നത്. മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പോലും പുറത്തേക്ക് പോകില്ല. ചോർന്നൊലിക്കുന്ന ഈ വീട്ടിൽ മഴക്കാലത്ത് പേടിയോടെയാണ് ഇവർ കഴിയുന്നത്. ഇത്തവണത്തെ ലൈഫ് ലിസ്റ്റിലെങ്കിലും തങ്ങളുടെ പേരുണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇവർ. ഭിന്നശേഷിക്കാർക്ക് ലൈഫ് പദ്ധതിയിൽ മുൻഗണന ലഭിക്കേണ്ടതാണ്. എന്നാൽ 3 തവണ അപേക്ഷ നൽകിയിട്ടും ഈ ഭിന്നശേഷിക്കാരനും കുടുംബവും ലൈഫ് ലിസ്റ്റിൽ നിന്ന് ഇപ്പോഴും പുറത്തു തന്നെയാണ്.